ഇന്ദിരാഭവന് മുന്നിൽ ഇപ്പോൾ ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരാണ് തടിച്ചുകൂടിയിട്ടുള്ളത്. അവരവരുടെ സന്തോഷം പങ്കുവയ്ക്കുന്നു. ത്രിവർണ്ണ മാതൃകയിലുള്ള കേക്ക് മുറിച്ചുകൊണ്ട്, അതായത് പാർട്ടി കൊടിയുടെ മാതൃകയിലുള്ള കേക്ക് മുറിച്ചുകൊണ്ട് അവർ ചന്ദ്രൻ തില്ലങ്കേരി മട്ടന്നൂരിൽ മുന്നിൽ 309 വോട്ടുകൾക്ക് മട്ടന്നൂരിൽ ചന്ദ്രൻ തില്ലങ്കേരി മുന്നേറ്റങ്ങൾ. അതായത് പിന്നിൽ പോയിരിക്കുന്നത് അത് ശക്തമായ വികാരമാണ്. അത് കെ ശൈലജയെ പണി കൊടുത്തതിനുള്ള തരംഗമുണ്ടോ എന്ന് പ്രവചിക്കാൻ പറ്റാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ തരംഗമല്ല ഇത്. ഇതൊരു സുനാമി പോലെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അത്രമേൽ വലിയ തിരിച്ചടി LDF-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം മറച്ചുവെക്കുന്ന തരത്തിലുള്ള വലിയ തിരിച്ചടി, അതും പാർട്ടിയുടെ കോട്ടകൊത്തളങ്ങളിൽ ആണ്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും ധർമ്മടത്ത് അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞെട്ടിക്കുന്നു. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ 3853 വോട്ടുകൾക്ക് കോട്ടകളാണ്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും രാഷ്ട്രീയ എതിരാളികൾക്ക് പിടികൊടുക്കാത്ത കോട്ടകളിൽ ഇതാ UDF-ന്റെ പടയോട്ടമാണ് ഈ ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. മട്ടന്നൂരിൽ ചന്ദ്രൻ തില്ലങ്കേരി 742 വോട്ടുകൾക്ക് ഈ റൗണ്ടിൽ മുന്നിട്ട് നിൽക്കുന്നു. മട്ടന്നൂരിൽ TK ഗോവിന്ദന്റെ ഭൂരിപക്ഷം 3835 തളിപ്പറമ്പിൽ. TK ഗോവിന്ദന്റെ ഭൂരിപക്ഷം 3835 തളിപ്പറമ്പിൽ. കോട്ടകളിലെ അപ്രമാദിത്വം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള മധുസൂദനെ കുഞ്ഞികൃഷ്ണൻ വിറപ്പിക്കുന്നു. കഴക്കൂട്ടത്ത് ഈ വലിയ തിരിച്ചടിയിലും കടകംപള്ളി സുരേന്ദ്രൻ ലീഡ് ചെയ്യുന്നു എന്നൊരു ആശ്വാസകരമായ വാർത്ത. അപ്പോഴും വേണു, അവിടെ ഇനി യഥാർത്ഥ കണക്ക് പുറത്തു വരേണ്ടതുണ്ട്. കാരണം കടകംപള്ളി കഷ്ടിച്ച് കയറുന്നുവെങ്കിൽ അത് BJP ചോർത്തിയ വോട്ടുകളാണോ എന്നതാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആ വിജയവും എത്രത്തോളം ആശ്വാസം നൽകും ഒരു പക്ഷേ വിജയിച്ച എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷ നേതാവാകാൻ മധുസൂദനൻ തിരിച്ചു വരുന്നു. 310 വോട്ടിന്റെ ലീഡ് 7 റൗണ്ട് പൂർത്തിയാകുമ്പോൾ പ്രതിപക്ഷ നേതാവാകാൻ ആരെങ്കിലും വേണ്ടേ? പൊടി പോലുള്ള ആരെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് വേണ്ടേ? ആരെങ്കിലും ജയിച്ചു പോട്ടനെ. കടകംപള്ളി എങ്കിൽ കടകംപള്ളി. അപ്പൊ മധുസൂദന്റെ ലീഡ് പയ്യന്നൂരിൽ 310 കുറഞ്ഞു. വീണ്ടും പുറത്തേക്ക് വരുന്നോ, മാധ്യമങ്ങളോട് സംസാരിക്കുമോ എന്നറിയില്ല. എന്തായാലും 4-5 റൗണ്ടുകൾ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. സാധാരണ സംസാരിക്കാറില്ല. ഫലം മൊത്തം പുറത്തു വന്ന ശേഷമാണ് അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പുകളുടെ അവസാനവും. രഞ്ജിത, സതീശൻ മാത്രമല്ല, ആരും സംസാരിച്ചിട്ടില്ല.